ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്ന് ഞാനും ചേട്ടനും കൂടെ കിളിമാൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി അമ്മയും ചേച്ചിയുടെ അമ്മായി അവരെല്ലാവരും എടുത്തോണ്ട് നമ്മൾ നേരെ പോകുന്നത് മൂത്ത ചേച്ചിയുടെ വീട്ടിലാണ്. അവളുടെ വീട് പാല് കാച്ചാണ് ഞായറാഴ്ച വരുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവൾ കുറച്ച് ചെടിയും ചീരയും ഒക്കെ വെട്ടി മാറ്റുന്നുണ്ടായിരുന്നു. കാരണം JCB വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാരി മാറ്റണം എന്നുള്ളതുകൊണ്ട് അവൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വെട്ടി മാറ്റി. അങ്ങനെ JCB വന്ന ഉടനെ പണി തുടങ്ങി. നമ്മൾ കൊച്ചു പിള്ളേർ നോക്കിയിരിക്കുമ്പോൾ നമ്മളും കുറേ നേരം അതിൻ്റെ പണിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴത്തന്നെ ചേച്ചിയുടെ മോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ട്യൂഷൻ മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒടിച്ച ചീര എല്ലാം കൂടി എടുത്ത് കുറച്ച് മുരിങ്ങയൊക്കെ വലിച്ചൊടിച്ചായിരുന്നു. അതെല്ലാം കൂടെ ഒടിച്ച് കൂട്ടി വെച്ചേക്കുന്നത് നമുക്ക് കൊണ്ടുപോകാനായിട്ടാണ്. അത് നമ്മൾ പെണ്ണുങ്ങൾ എങ്ങനെയാണല്ലോ, എവിടെ പോയാലും ചെടി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പോകേണ്ടടുത്തുനിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു തെങ്ങിൻ്റെ മൂട് ഇങ്ങനെ JCB ഇളക്കുന്ന നോക്കിക്കൊണ്ട് നിന്നു. ഇതൊക്കെ സംഭവം നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴല്ലേ നേരമുള്ളൂ ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മളൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ലല്ലോ. നമ്മളതുവഴി അങ്ങ് പോവും, അത്ര തന്നെ. ഇപ്പോഴാണ് ഒത്തിരി സത്യം പറഞ്ഞാൽ നേരെ ഇരുന്ന് ഇതെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മുറ്റം ലെവൽ ചെയ്യണമായിരുന്നു അവൾക്ക്. അപ്പോഴത്തേക്ക് കുറച്ച് ചരിഞ്ഞാണ് കിടന്നത്. പക്ഷേ അതുകൊണ്ട് അതൊക്കെ ലെവൽ ചെയ്ത് പിന്നെ കുറേ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടെ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് കുറേ മണ്ണൊക്കെ ഇട്ട് നികത്തി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. അങ്ങനെ JCB വന്ന് പണിയൊക്കെ മനോഹരമായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര സെറ്റപ്പിലുള്ള വണ്ടിയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആളിന് വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിലല്ലേ വേറൊരു സ്ഥലത്തോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കിടന്ന് ചിരിച്ചു. കാരണം JCB എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ്, എല്ലാം ഉഴുതൊക്കെ മറിച്ച് ഒരു ലെവലാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനത്തിന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ വേറൊരു വണ്ടിയുടെ ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മളവിടെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചോറൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ തന്നെ ട്യൂഷൻ കഴിഞ്ഞ് ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചീരയുടെയും മുരിങ്ങയിലയുടെയും പിറകെ ആയിപ്പോയി. അങ്ങനെ വീട്ടിൻ്റെ അകം കാണിച്ചു തരാം. ഇതാണ് വീടിനകം. അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശാലമായിട്ടൊന്നും അങ്ങനെ അതിനകത്തോട്ട് കയറി പോകാൻ പറ്റിയില്ല. റൂമിലും പുറത്തുമൊക്കെ പെയിൻ്റ് അടി നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു ബാത്റൂമാണ്. 3 റൂമാണുള്ളത്. പിന്നെ ഒരു റൂമിൽ മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ. ഒന്ന് കോമൺ ആണ്. ഇത് ഒരു റൂമാണ്. പിന്നെ 2 അടുക്കള. ഇതാണ് അടുക്കള. പിന്നെ ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ചെറിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.